നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുകയും ഗവർണർക്കും വി സിക്കുമെതിരെ സമരം ചെയ്യുകയുമാണല്ലോ. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പാഴ്വേല ചെയ്യുന്നതെന്ന സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. യൂണിവേഴ്സിറ്റിയാകെ കാവ്യവൽക്കരിക്കുകയാണെന്നാണ് കമ്മി നേതാക്കൾ ആരോപിക്കുന്നത്. ചിന്തിക്കാൻ കഴിവില്ലാത്ത, മലമേത് മലയേത് എന്ന് തിരിച്ചറിവില്ലാത്ത അണികൾ നേതാക്കൾ പറയുന്നത് വാരി വിഴുങ്ങുന്നു. ഗ്രേഡ് 4 ജീവനക്കാരായ തൂപ്പുകാർ മുതൽ പ്രോ വൈസ് ചാൻസലറായ മുഖ്യമന്ത്രി വരെ ഇടതുപക്ഷക്കാരായ പക്ക കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് കോട്ടകളാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ. അവിടെ എതിർശബ്ദങ്ങൾ ഉയരാൻ പാടില്ല, അവിടെ നടക്കുന്ന അനീതികളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അഴിമതികളൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഈ സമരങ്ങൾക്ക് പിന്നിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഇക്കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം, പക്ഷേ മിണ്ടാൻ പേടിയാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്ന ഇവറ്റകൾക്ക് UGCയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിയമിക്കപ്പെട്ട VCമാരോട് എന്തിനാണ് ഇത്ര വെറുപ്പ്? ഡിജിറ്റൽ സർവകലാശാലയിൽ മാത്രം 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കാൻ ഒരുങ്ങുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 4 വർഷമായി CAG ഓഡിറ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ ഇക്കാര്യത്തിൽ ഞെട്ടിക്കുന്ന അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ പച്ചയായ തെളിവാണ്.